ഇന്നലെ നമ്മൾ പഠിച്ചത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം 1991 കുറിച്ചാണ്. തുടങ്ങട്ടെ, പഠിക്കാം. വരൂ പഠിക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം 1991 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം 1995 സെപ്റ്റംബർ 15. ശങ്കർ ദയാൽ ശർമ്മ ആയിരുന്നു ആ സമയത്തെ രാഷ്ട്രപതി. ഈ നിയമത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും? ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മ അംഗീകാരം നൽകിയ ഈ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1995 ഡിസംബർ 1. 1995 ഡിസംബർ 1 നിലവിൽ വന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ സംസ്ഥാനത്ത് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1996 മാർച്ച് 14. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. കേരള വനിതാ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയും? സെക്ഷൻ 5. അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, 4-ൽ കൂടാത്ത അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറിയുമുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പരിജ്ഞാനമുള്ളതും അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അറിവുള്ളതുമായ ഏതൊരു വ്യക്തിയെ ആയിരിക്കണം ചെയർപേഴ്സൺ ആയി നിയമിക്കേണ്ടത്. സ്ത്രീകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും സ്ത്രീകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മതിയായ അറിവോ പരിചയമോ അല്ലെങ്കിൽ അവ കൈകാര്യം ചെയ്യുന്നതിൽ പ്രഗത്ഭരായിരിക്കണം മറ്റ് അംഗങ്ങൾ. ഒരു അംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതയായിരിക്കണം. ചെയർപേഴ്സണും അംഗങ്ങളും വനിതകളായിരിക്കണം. സംസ്ഥാന സർക്കാരായിരിക്കണം സംസ്ഥാന സർക്കാരായിരിക്കണം അംഗങ്ങളെ നിയമിക്കേണ്ടത്. സംസ്ഥാന സർക്കാരായിരിക്കണം അംഗങ്ങളെ നിയമിക്കേണ്ടത്. ആദ്യ അധ്യക്ഷ സുഗതകുമാരി. കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1996 മുതൽ 2001 വരെ. നിലവിലെ അധ്യക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ പി സതീദേവി, 7ാമത്തെ വ്യക്തി. ഇനി ചെയർപേഴ്സണും അംഗങ്ങളും, അതായത് മെമ്പർ സെക്രട്ടറി ഒഴികെ ചെയർപേഴ്സണെ അംഗങ്ങളുടെ മാത്രം കാലാവധി ചോദിക്കുകയാണെങ്കിൽ 5 വർഷം. നിലവിലെ മെമ്പർ സെക്രട്ടറി, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നിലവിലെ മെമ്പർ സെക്രട്ടറി സോണിയ വാഷിങ്ടൺ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഇതിനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുമായിട്ട് ഉടനടി തന്നെ കാണാം. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.